ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് ചെറിയ നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഓയിലൊന്നും ഇല്ലാതെ തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് സ്നാക്കായിട്ട് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് അധികം വലിപ്പമൊന്നും ഇല്ലാത്ത ചെറിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ആ നേന്ത്രപ്പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഒന്ന് നാലായിട്ട് കീറിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കട്ടാക്കിയാൽ മതി. ഒരുപാട് വലിയ പീസാക്കിയിട്ട് കട്ടാക്കി എടുക്കണ്ട കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി എടുക്കുക. ഒരു പഴം നാലായിട്ട് കീറിയാൽ ഇങ്ങനെ നമുക്ക് കട്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പഴം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ശർക്കരയാണ്. 2 ഉണ്ട ശർക്കര കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 250 ml കപ്പിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചിട്ട് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ശർക്കര പാനിയൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കര പാനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ഒരു തരികളോ കരടുകളൊക്കെ ഉണ്ടാവും. അത് നമ്മളൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരയുടെ പൗഡറാണ് ചേർക്കുന്നതെങ്കിൽ ഇങ്ങനെ അരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് പൊടികളൊന്നും അഴുക്കൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഈ ശർക്കര പാനിയിലേക്ക് നമ്മളിവിടെ കട്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ നിറയെ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകത്തിന് പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. ശർക്കര ചേർക്കുന്ന പലഹാരങ്ങളിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തുള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പാടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ശർക്കര പാനി നല്ല ചൂടാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിളച്ച് വന്നോളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 250 ml കപ്പിൽ 1 കപ്പ് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. റവ ഞാൻ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വറുക്കാത്ത റവയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, വറുക്കാത്ത റവയും ചേർത്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ആക്കുമ്പോൾ ഇനി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. സാധാരണ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ശർക്കര പാനി ചേർക്കുമ്പോൾ മധുരം കൂടുതലായിരിക്കും. ഞാൻ ഈ എടുത്തിട്ടുള്ള 2 ഉണ്ട ശർക്കര 1.5 കപ്പ് വെള്ളത്തിൽ മെൽറ്റാക്കിയത് മധുരം കറക്റ്റ് ഭാഗമാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടി ഓവറായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2.5 എടുക്കാം. അതിൽ കൂടുതൽ ശർക്കര എടുത്താൽ നമുക്ക് ഭയങ്കര മധുരമായിരിക്കും. കുറച്ചൊക്കെ മധുരം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു 3 വരെ എടുക്കാം. 2.5 അത്യാവശ്യം മധുരം കഴിക്കുന്നവർക്ക് മതിയാകും. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നമ്മളെടുക്കുന്ന റവ, ഓരോ റവയും വെള്ളം കുടിക്കുന്നതിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളത്തിൻ്റെ അളവിൽ രണ്ടാമത് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൽ വ്യത്യാസം വരുത്താം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ശർക്കര പാനി കൂടുതൽ വെള്ളത്തിൽ മെൽറ്റാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതെല്ലാം പാട് ഇതിങ്ങനെ നന്നായി മിക്സാക്കി എടുത്ത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാറണം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ ശർക്കര പാനിയിൽ നെയ്യ് ചേർത്ത് കൊടുത്തോളൂ. നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ. ഏലക്കപ്പൊടി, ജീരകവും നെയ്യും ഒക്കെ ചേരുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒരു നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇതെല്ലാം പാട് ഇങ്ങനെയൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് കുഴക്കല്ല, ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാം. ഞാൻ ഈ ഒരു രീതിയിൽ റെഡിയാക്കുന്നുണ്ട്. ഞാൻ വേറൊരു രീതിയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഇങ്ങനെയല്ല, വേറൊരു രീതിയാണ്. അത് ഞാൻ 2 രീതി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തത് ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഷേപ്പ് വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഷേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ഷേപ്പിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ ഈ സ്കൂളൊക്കെ തുറന്നിട്ട് കുട്ടികൾ സ്കൂളിലൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് സ്നാക്കായിട്ട് 4 മണിക്ക് കൊടുക്കാനും അതുപോലെ സ്കൂൾക്ക് കൊടുത്തു വിടാനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. രണ്ടാമത് കാണിക്കുന്നത് ആവിയിലല്ലേ. അപ്പോൾ ഈ ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് ഒരു ആവിച്ചെമ്പ് വെച്ചിട്ട് അതിലേക്ക് ഒരല്പം നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ ഷേപ്പ് ഞാനത് ഇങ്ങനെയാണ് റെഡിയാക്കിയത് കേട്ടോ. അടുക്ക് ഇങ്ങനെ ഒരു ഹോള് വന്നിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു അടയാളം കൊടുത്തിട്ട്. അപ്പോൾ ഇതെല്ലാം പാടി ഇങ്ങനെ ഒപ്പം വെച്ച് വിചാരിച്ചിട്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് വെച്ച സമയത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കാം കേട്ടോ, അല്ലെങ്കിൽ കയ്യിൽ ആവിതിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് നമ്മൾ തയ്യാറാക്കുന്നത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ആക്കാം. ഈ ഒരു ഷേപ്പിൽ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഉണ്ണിയപ്പച്ചട്ടിയിൽ ഇട്ടിട്ട് വളരെ കുറഞ്ഞ നെയ്യ് എന്തെങ്കിലും ബ്രഷ് ആക്കിയിട്ട്
അങ്ങനെ മതിയെങ്കിൽ അങ്ങനെയും തിരിച്ചു മറിച്ച് ഇട്ടിട്ട് അങ്ങനെയും റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇത് വളരെ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഞാനിത് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്തിട്ട് നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇത് ഉരുട്ടുന്നത് കൂടി ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം കണ്ടോ. ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഇതാ പിന്നെ ഇങ്ങനെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കട്ട്ലറ്റിൻ്റെയൊക്കെ പോലെ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കിയത് ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.